പിതാക്കന്മാരെല്ലാം കൂടെ കോൺഗ്രസിന് കൊടുത്ത് കൂടുതൽ കിട്ടിയോ വോട്ട്? അങ്ങനെ കുറേ പിതാക്കന്മാരുണ്ട്. എന്ത് ഉളത്തരം പറഞ്ഞു നടക്കുന്ന പിതാക്കന്മാർ. മെത്രാന്മാർ പറയുന്നിടത്തെല്ലാം വോട്ടുണ്ടെങ്കിൽ പിന്നെ എന്ത് എളുപ്പമായിരുന്നു. എങ്ങനെയാ പിന്നെ പിണറായി വിജയൻ ഇവിടെ ഭരിച്ചത്? അപ്പോ പിതാക്കന്മാരെല്ലാം കോൺഗ്രസിൻ കൂട്ടത്തിൽ കൂട്ടിയില്ലേ? കിട്ടിയോ വോട്ട്? കിട്ടിയോ വോട്ട്? അങ്ങനെ കുറെ പിതാക്കന്മാരുണ്ട്, എന്ത് ഊളത്തരവും പറഞ്ഞു നടക്കുന്ന പിതാക്കന്മാരെ. കിട്ടിയോ വോട്ട്? അങ്ങനെ കുറെ പിതാക്കന്മാരുണ്ട്, എന്ത് ഊളത്തരവും പറഞ്ഞു നടക്കുന്ന പിതാക്കന്മാരെ. കിട്ടിയോ വോട്ട്? രാഷ്ട്രീയം BJP എന്ന് പറഞ്ഞാൽ ഒരു മാതിരി ഹാലിളകുന്ന, അതൊക്കെ തലയ്ക്ക് സ്ഥിരമില്ലായിട്ടെന്ന എന്റെ അഭിപ്രായം. കിട്ടിയോ വോട്ട്? അങ്ങനെ കുറെ പിതാക്കന്മാരുണ്ട്, എന്ത് ഊളത്തരവും പറഞ്ഞു നടക്കുന്ന പിതാക്കന്മാരെ. കിട്ടിയോ വോട്ട്? നീ ഇത് തന്നെ കൊടുത്തേരെ കേട്ടോ. നീ ഇത് തന്നെ അങ്ങ് കൊടുത്തേറി കേട്ടോ. ഒരു ആശങ്കയും ആർക്കും ആവശ്യമില്ല. കിട്ടിയോ വോട്ട്? ഈ ക്രിസ്ത്യാനികളെന്നും പറഞ്ഞ് ഇവിടെ കിടന്നു ചാടുന്നവർ എത്രയുണ്ടെന്നറിയാമോ? 2.5% ഞാനൊടെ ക്രിസ്ത്യാനിയ. ഇന്ത്യ രാജ്യത്ത് 2.5% എന്നാത്തിനാ കിടന്നു ചാടുന്നത്? കിട്ടിയോ വോട്ട്? അങ്ങനെ കുറെ പിതാക്കന്മാരുണ്ട്, എന്ത് ഊളത്തരവും പറഞ്ഞു നടക്കുന്ന പിതാക്കന്മാരെ. കിട്ടിയോ വോട്ട്? കിട്ടിയോ വോട്ട്? BJPയുടെ മാന്യത കൊണ്ടല്ലേ അവരെ ചുമന്നോണ്ട് നടക്കുന്നത്. കിട്ടിയോ വോട്ട്? കിട്ടിയോ വോട്ട്? ഇത്രയും കൂടുതൽ ക്രിസ്ത്യാനിയെ അംഗീകരിച്ച ഒരു രാഷ്ട്രീയ പാർട്ടി ഉണ്ടായിട്ടുണ്ടോ? എന്നാത്തിനാ കിടന്നു ചാടുന്നത്? കോൺഗ്രസ് ഭരിച്ചപ്പോൾ പോലും ഇത്രം ക്രിസ്ത്യാനി മുഖ്യമന്ത്രിമാർ ഉണ്ടായിട്ടുണ്ടോ? ഇതൊക്കെ ഒളിച്ചു വച്ചുകൊണ്ട് ഈ പിതാക്കന്മാരൊക്കെ ഊളത്തരം പറയാൻ പാടില്ല. ഊളത്തരവും പറഞ്ഞു നടക്കുന്ന പിതാക്കന്മാരെ. കിട്ടിയോ വോട്ട്? അതുകൊണ്ടാണ് ഇത്രയും കടുപ്പിച്ചു പറയുന്നത്. കൊടുക്കുമ്പോൾ ഇത് മുഴുവൻ കൊടുക്കണം. ഞാനുൾപ്പെടെ ക്രിസ്ത്യാനിയ. ഇന്ത്യ രാജ്യത്ത് 2.5%. എന്നാത്തിനാ കിടന്നു ചാടുന്നത്? കിട്ടിയോ വോട്ട്? കൊടുക്കുമ്പോൾ ഇത് മുഴുവൻ കൊടുക്കണം. പാടില്ല. അതുകൊണ്ട് ഇത്രയും കടുപ്പിച്ച് പറയുന്നത്. കൊടുക്കുമ്പോൾ ഇത് മുഴുവൻ കൊടുക്കണം.